അപ്പോൾ ഇത് മിക്കവാറും ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഞാൻ ഇതും കൂടെ കഴിഞ്ഞാൽ മിക്കവാറും നിർത്തും. അപ്പോൾ ഇത് പാർട്ട് 3 സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു ക്രിയേറ്റ് ആക്ടിവിറ്റിയുടെയും കൂടെ ഇത് കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. ഇതിൽ ക്രിയേറ്റിൽ ബാക്കിയുള്ളതൊക്കെ ക്ലോസ് ചെയ്യട്ടെ. ആക്ടിവിറ്റി ക്രിയേറ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് എന്താ വേണ്ട, ഒരു 2 ഇൻപുട്ട് ഫീൽഡ് വേണം, ഒരു ബട്ടൺ വേണം. 2 ഇൻപുട്ട് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഐറ്റം നെയിമും ക്വാണ്ടിറ്റി വരുന്നില്ലേ? 2 കോളം, ഐറ്റം നെയിമും ക്വാണ്ടിറ്റിയും. ID ഇല്ല ഇവിടെ. ഐറ്റം നെയിം ക്വാണ്ടിറ്റി അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി 2 ഇൻപുട്ടും പിന്നെ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ വന്നിട്ട് എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ. പ്ലെയിൻ ടെക്സ്റ്റ്. അത് തന്നെ, പ്ലെയിൻ ടെക്സ്റ്റ്, 2 പ്ലെയിൻ ടെക്സ്റ്റ്. പിന്നെ ഒരു ബട്ടണും. ഇത് വേണമെങ്കിൽ ഇത് 3ഉം കൂടെ കട്ട് ചെയ്തിട്ടൊരു ലീനിയർ വെർട്ടിക്കൽ വ്യൂവിൻ്റെ അകത്ത് കൊണ്ടിടാം. ലീനിയർ വ്യൂയുടെ ഹൈറ്റ്, റാപ്പ് കണ്ടന്റും കൺസ്ട്രെയിൻറ്റ് ഹൊറിസോണ്ടലി ടു പാരന്റും വെർട്ടിക്കലി ടു പാരന്റും കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ 3 സംഭവങ്ങൾ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് വിഡ്ത്ത് വേണമെങ്കിൽ മാച്ച് കൺസ്ട്രെയിൻറ്റ് കൊടുത്തിട്ട് 32 പിന്നെ അകത്തുള്ള 3നും ഓർഡർ മാറിപ്പോയി. അകത്തുള്ള 3എണ്ണം റാപ്പിന് വരെ മാച്ച് പാരന്റ് കൊടുത്തിട്ട് ഓക്കെ. അപ്പം അങ്ങനെ ഇനി എല്ലാത്തിനും മാർജിൻ ടോപ്പും ബോട്ടവും 5dp വെച്ച് കൊടുക്കാം. ടോപ്പും ബോട്ടവും അത് ഇങ്ങനെ. ഇനി വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് വ്യൂവിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എന്താ അത്? ID ക്രിയേറ്റ് ടെക്സ്റ്റ് എന്നാക്കാം. സ്ട്രിങ്ങിൽ ഓൾറെഡി ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാം ഇവിടെ. സ്ട്രിങ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രെയിൻറ്റ് വെച്ചിട്ടില്ല. കൺസ്ട്രെയിൻറ്റ് ടോപ്പിൽ 32 പിന്നെ വേണമെങ്കിൽ അത് ഹൊറിസോണ്ടലി ഇതാക്കിയിട്ട് ഫുൾ വിഡ്ത്ത് യൂസ് ചെയ്യണ രീതിയിലാക്കിയിട്ട് 32 പിന്നെ ടെക്സ്റ്റിൽ കുറച്ച് ബ്ലാക്ക് കളറാക്കിയിട്ട് ടെക്സ്റ്റൈൽ ബോൾഡ്. ഇത് ഓൾറെഡി നേരത്തെ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയേണ്ടി പോണത്. പിന്നെന്തായിരുന്നു, സൈസ് വേണമെങ്കിൽ 34 ആക്കാം. സെൻറ്ററിലാക്കണം. ടെക്സ്റ്റ് അലൈൻമെന്റ് സെൻറ്റർ. എന്നിട്ട് ഈ നെയിം ഫീൽഡ്, നെയിമിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്നും വേണ്ട. വേണമെങ്കിൽ ഇവിടെയും ടെക്സ്റ്റ് വേണ്ട. അതിന് വേറൊരു ഇതുണ്ട്, എന്താ പറയണ, ഹിന്റ് എന്ന് പറഞ്ഞിട്ട് ഹിന്റ് കൊടുത്താൽ മതി. ഹിന്റിൻ്റെ അവിടെ രണ്ടാമത്തെ പാസ്വേഡ് അല്ലേ വേണ്ടേ?
പാസ്വേഡ് ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ടായിരുന്നല്ലേ, അതായിരുന്നു കൊടുക്കേണ്ടത്. ഓ പക്ഷേ പാസ്വേഡ് അല്ലല്ലോ ഞാൻ കൊടുക്കുന്നത്, ക്വാണ്ടിറ്റി അല്ലേ. ക്വാണ്ടിറ്റി ഇവിടെ ഐറ്റം നെയിം. എറർ കാണിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കണം. അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തോളാം. അത് മാറ്റാൻ വേണ്ടി ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ റീഫാക്ടർ ചെയ്യുമ്പോൾ മറ്റേതിൻ്റെ മാറും. അതുകൊണ്ട് അതിൻ്റെ കോഡിൽ വന്നിട്ട് ഇവിടെ വന്ന് ഇത് യൂസ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ക്വാണ്ടിറ്റി ഐറ്റം വേറെയും 2 എറർ ഉണ്ട്, അത് ടു സ്മോൾ, അത് ഇഗ്നോർ ചെയ്യാം. ഇവിടെ എനിക്ക് തോന്നുന്നത് ന്യൂമറിക്കൽ മേടിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നത്. നമ്പർ എന്ന് പറഞ്ഞാൽ